പഠനത്തോടൊപ്പം വരുമാനമെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിന് കോട്ടയ്ക്കൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ തൊഴിലന്വേഷകരിൽ നിന്നും തൊഴിൽദായകരാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികളുടെ മികച്ച ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി യങ് ഇന്നവേഴ്സ് പദ്ധതി വഴി 5 ലക്ഷം മുതൽ 25 ലക്ഷം വരെ സർക്കാർ സഹായം നൽകി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ പെൺകുട്ടികൾ ഒട്ടേറെ നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കെൽപ്പുള്ളവരായിട്ടാണ് വളർന്നു വരുന്നത്. ഇന്ന് ഇന്നോവേറ്റീവ് ഐഡിയാസ് നൂതനാശയങ്ങളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പോളിടെക്നിക്കുകളിലും യങ് ഇന്നോവേറ്റേഴ്സ് ക്ലബ്ബുകൾ രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. ഇവിടെയും അത് രൂപീകരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇല്ലെങ്കിൽ ഉടനെ തന്നെ അത് രൂപീകരിക്കണം. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന സംവിധാനമായ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എല്ലാ വിധത്തിലുള്ള മെന്ററിങ്ങും ഗൈഡൻസും എല്ലാം ആ പദ്ധതികൾക്ക് നൽകുമെന്നുള്ളതാണ്. അതായത് കേരളം അഭിമുഖീകരിക്കുന്ന, നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിലുള്ള ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും ഒക്കെ വികസിപ്പിക്കാനും നിങ്ങൾക്ക് സാധിച്ചാൽ, നൂതനാശയങ്ങൾ സമൂഹത്തിനു വേണ്ടി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ, പ്രായോഗിക തലത്തിലേക്ക് അത് പരാവർത്തനം ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഇറക്കാനും മറ്റുമുള്ള നല്ല സഹായം കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. KPA മജീദ് MLA ചടങ്ങിൽ അധ്യക്ഷനായി. IOC പദ്ധതി ആരംഭിക്കുന്ന ആദ്യ വനിതാ കലാലയമാണ് കോട്ടയ്ക്കൽ ഗവൺമെന്റ് പോളിടെക്നിക്. എടരിക്കോട് പഞ്ചായത്ത് അധ്യക്ഷൻ ഫസലുദ്ദീൻ തയ്യിൽ, വാർഡംഗം T സുബൈദ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ സുരേഷ് കുമാർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PM ഫിറോസ്, IOC സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ M പ്രദീപ്, നോഡൽ ഓഫീസർ MP വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.